പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഇനി വരും വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് കൃത്യത്തിന് ഇടാൻ നോക്കാം. ഇന്ന് കിച്ചൺ റിലേറ്റഡ് ഉള്ള വീഡിയോ ആണോ എന്ന് ചോദിച്ചാലാണ്, അതായത് കുക്കിംഗ് അല്ല കേട്ടോ. നമ്മൾ നോമ്പൊക്കെ വരികയല്ലേ, ഇപ്പോൾ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരു ബുക്കും പെന്നൊക്കെ പിടിച്ച് നിൽക്കുന്നത്. എന്തൊക്കെയാ വെച്ചാൽ നമ്മളെ പഴയ വീട്, അതായത് നമ്മളെ തറവാട്ടിലെ ചുള്ളിപ്പണീൻ്റെ കുറേ തിരക്കിലൊക്കെ ഇനി നമുക്ക് എന്തായാലും കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ വീട്ടിലെടുക്കാണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, ഇനി പുതിയ വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ കയറി കൂടിയിട്ടല്ലേ ഉള്ളൂ എന്തിനാ എന്നൊക്കെ. പക്ഷെ നല്ല പൊടിയുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് നല്ല മുകളിലായാലും ഈ ഫ്രെയിംസും കാര്യങ്ങളിലും കൂടെ ഒക്കെ പൊടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കണം. നിസ്കാരപ്പായം കാര്യങ്ങളൊക്കെ തിരുമ്പിടാനുണ്ട്, ബെഡ്ഷീറ്റ് തിരുമ്പി മാറ്റണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ് എന്തായാലും നമ്മളല്ല കേട്ടോ. അത് നമ്മളൊരു ക്ലീനിങ് ടീമിനെ വിളിച്ചിട്ടുണ്ട്. തിരുമ്പലും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം, പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യും. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇൻഷാല്ലാഹ് വരുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. ഇതെന്തായാലും ഞാനൊരു നോട്ട്ബുക്കും പെന്നൊക്കെ എടുക്കണം. അപ്പോൾ എന്തൊക്കെ വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് എന്നും എഴുതാതെ പോയിട്ട് അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ. അപ്പോൾ ഇന്നൊക്കെ ഒന്ന് എഴുതി പോയാൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും അത് കാണാം. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലെ ചുള്ളിപ്പണിയൊക്കെ ഏതുവരെ ആയി എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മളിത് ഇവിടെ ഒന്നും ആയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ വരുന്നില്ലത്. കേസ് എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾക്ക് നല്ലൊരു ട്യൂഷൻ സെൻറ്റർ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളെ പഠനം എളുപ്പമാക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇട്ടത്. അപ്പോൾ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കും, അതായത് CBSE കേരള സിലബസിലുള്ള കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് 50% ഫീസ് ഉള്ളവരുടെ അഡ്മിഷൻ ലഭിക്കും കേട്ടോ. ഇതിൽ വളരെ കുറഞ്ഞ ഫീസിൽ വെക്കേഷൻ മുതൽ ഒരു വർഷത്തെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഇപ്പം ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വെക്കേഷൻ ക്ലാസ്സിന് ഫീസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ അതുമല്ല, ഫീസ് ഒരുമിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 1000 വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അഡ്മിഷൻ ഫീസിൽ ഒരു വർഷം പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ വിളിച്ച് അഡ്മിഷൻ എടുത്തോളൂ. അപ്പൊ എന്തായാലും മക്കളുടെ കാര്യത്തിൽ നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫീസിന്റെ കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ചൂസ് ചെയ്തോളൂ. ഞാൻ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, വേഗം പോയി അഡ്മിഷൻ എടുത്തോളൂ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് എടുക്കാൻ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കി എഴുതി പോട്ടെ. അപ്പൊ ആദ്യം നമുക്ക് പച്ചക്കറി നോക്കാം കേട്ടോ. പച്ചക്കറിക്ക് ചെറുള്ളി, സവാള കുറച്ച് വാങ്ങാം. ചെറുള്ളി വേണ്ട, ഉരുളക്കിഴങ്ങും ഉണ്ട്, ഇഞ്ചിയും ഉണ്ട്, വെളുത്തുള്ളി. നോമ്പിനേക്ക് എന്തായാലും നമ്മൾ ഒന്നും കൂടെ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇപ്പം എന്തായാലും ഇല്ല, അതുകൊണ്ട് എഴുതാണ്. ഇപ്പോൾ വെളുത്തുള്ളി, പച്ചക്കറി കുറച്ച് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനേക്കും കുറച്ച് വാങ്ങണം. പിന്നെ എന്തായാലും നോമ്പിന് കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പം ഇനി തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ വാങ്ങാം. പിന്നെ കുറേ വാങ്ങി വെക്കലില്ല കേട്ടോ, പെട്ടെന്ന് നാശമായി പോയാലും വെച്ചിട്ട്. അങ്ങനെ അതിൻ്റെ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വാങ്ങാമെന്ന് ഇങ്ങനെ തോന്നില്ല. അപ്പോൾ നമ്മൾ പോണത് പെരിന്തൽമണ്ണല്ല ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മ ഉണ്ട്, മോളുണ്ട്, ഇക്കുണ്ട്. ഞങ്ങൾ പെരിന്തൽമണ്ണ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ, പെരിന്തൽമണ്ണയിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് പോരാ വിചാരിച്ചിട്ടു. കാരണം നാട്ടിലെത്തുമ്പോഴത്തേന് പിന്നെ കുറേ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈവനിങ്ങിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പർച്ചേസിലേക്ക് കിടക്കാം. അപ്പോൾ പച്ചക്കറികളൊന്നും ഞങ്ങൾ അധികം വാങ്ങിയിട്ടില്ല കേട്ടോ, കാരണം റമദാനിന് ഇന്നും ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ വന്നത് എന്താ വെച്ചാൽ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ റമദാനിന് കുറച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ വാങ്ങാൻ കുറച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. പച്ചക്കറി നമ്മളെ ആവശ്യത്തിനുള്ളത് ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പാകുമ്പോഴത്തേനൊന്നും കൂടെ എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ റമദാനി എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഘടകങ്ങളായ ഫ്രൂട്ട്സ്, ഈത്തപ്പഴമൊക്കെ നമ്മളെ കണ്ണിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈത്തപ്പഴം നല്ല ഓഫറിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതെന്തായാലും കുറച്ച് വാങ്ങുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചൺ ചാനലായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ വെറൈറ്റി സാധനങ്ങൾ കാണുന്നത് ഇങ്ങനെ എന്നോട് വാങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ ഇതുവരെ നഗറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല, ടിക്കൊന്നും. അപ്പോൾ ഞങ്ങൾ അവിടെ പൊരിക്കലുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് പാക്കൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ ഈ ചിക്കൻ നഗറ്റ്സിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീസ് വരുന്ന നഗറ്റ്സാണ് എടുത്തത്. വേറൊരു പാക്കറ്റ് എടുത്തിന്, അതിൻ്റെ വില ഉണ്ട് എന്നോട് അവിടെ തന്നെ വെച്ചോളാം പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പർച്ചേസിങ് തുടങ്ങിയോ കഴിഞ്ഞോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ വന്നാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ എഴുതിയത് മാത്രമല്ല, നമുക്ക് കുറേ സാധനങ്ങൾ വേറെ അവിടെ നിന്ന് വാങ്ങാണ്ടാവും കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും അറിയണതായിരിക്കും അല്ലേ, സമൂസൻ്റെ ഷീറ്റ്. അപ്പോൾ അതെന്തായാലും നോമ്പിന് ഏതറിയാത്തോലും ഇതൊന്ന് ചിറ്റി പരീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല വെറൈറ്റി സമൂസകളുടെ റെസിപ്പീസൊക്കെ നമ്മളെ ചാനലിൽ ഇടണം. പിന്നെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പർച്ചേസിങ്ങിന് വരിക കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഇക്കാനൊക്കെ കൂട്ടി വരുമ്പോൾ ഒരു സാധനവും എടുക്കാനായിക്കൂല കേട്ടോ. ഞാൻ ഇക്കാനെ മാത്രം ഉദ്ദേശിച്ചാട്ടോ പറഞ്ഞത്, ഉമ്മ നമ്മളെ കൂടെ ഉണ്ട്, ഉമ്മനെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മളെ പെണ്ണുങ്ങളെ സ്ഥിരം പരിപാടിയാണല്ലോ അല്ലേ, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറിയാൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും അവിടെ ഫുള്ളൊന്ന് വിസിറ്റ് ചെയ്യണം. അപ്പം ഞാൻ മുകളിൽ എന്തൊക്കെയല്ലേ ഒന്ന് പോയേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഉമ്മയും കൂട്ടി എസ്കുലേറ്ററിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടോ, ഓല അടിയിൽ തന്നെ അവിടെ നിന്നിട്ടോ. പിന്നെ ഇക്കൻ്റെ ബാക്കിൽ ക്യാമറയും പിടിച്ചിട്ട് വരുന്നുണ്ടേ. അങ്ങനെ എന്തായാലും മുകളിൽ കയറിയപ്പോൾ എനിക്ക് പറ്റിയൊന്നും അവിടെ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി താഴെ ഇറങ്ങി. അപ്പോൾ എന്തായാലും നമ്മളെ പർച്ചേസിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകുമ്പോൾ എന്തായാലും ഫുഡ് കഴിക്കണം. നമ്മൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് ആണ് ഇറങ്ങിയത്. പിന്നെ രാത്രിയേക്കുള്ള ഫുഡൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ എസ്കുലേറ്ററിൽ നിന്ന് ഇറങ്ങണത് മോളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കണുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ബില്ല് കണ്ട് ഇക്ക ഞെട്ടിട്ടോ. അങ്ങനെ മറ്റേ കടകളിലൊക്കെ ആണെങ്കിൽ നമ്മളെന്താ ഇങ്ങനെ പൈസ ഒക്കെ ചോദിച്ചിട്ട് കുറച്ചെല്ലാം എടുക്കുള്ളൂ. ഇവിടെ ആകുമ്പോൾ നമ്മളൊരു വണ്ടിയും കൊണ്ട് കാണുന്നത് ഫുള്ള് എടുക്കും. അപ്പോൾ എന്തോ ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം നമ്മൾ വാങ്ങി. പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ കയറാൻ കാരണം നല്ല ഓഫറിന് ഇവിടെ പാമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, റാഷസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് അത് വാങ്ങാമെന്നുള്ള ലക്ഷ്യത്തിനാണ് നമ്മളിവിടെ കയറിയത് തന്നെ. അപ്പോൾ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചോളോ കമ്പോ അങ്ങനെയൊക്കെയുള്ള പറയൽ അതുണ്ട്. അപ്പോൾ അതൊരു ഗ്ലാസ് വാങ്ങി. പിന്നെ അപ്പോൾ എന്തായാലും റമദാനിന് ഓരോ റെസിപ്പീസ് ഇടണം വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പിയാണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് എനിക്ക് അറിയണതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഷെയർ ചെയ്ത് തരാമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.